നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യഭിചരിച്ചു എന്ന് പറയണ്ട, നേതാവ് വ്യഭിചരിച്ചു എന്ന് പറയണ്ട, നേതാവിന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ ആ നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ക്ഷതം സംഭവിക്കുന്നു അല്ലേ? ഒരാള് വ്യഭിചരിച്ചു എന്നൊന്നും പറയണ്ട, വ്യഭിചാരത്തിന്റെ വേറൊന്നും ചെയ്താൽ തന്നെ മതി. നമ്മളെ കുട്ടിയാള്, എന്റെ മോൻ ചെയ്ത തെറ്റിന്റെ രാജ്യത്ത് ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് വയലറിയാം. എന്റെ നാട്ടിൽ എന്റെ കുട്ടിക്ക് ബുദ്ധിയില്ലപ്പോ കള്ളു കുടിച്ചിട്ട്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആമീൻ. എന്താ ഹാല്? സുബ്ഹാനല്ലാഹ്. നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ പോവല്ലേ? നിങ്ങളെ പെരയിലെ അവസ്ഥ, നിങ്ങളെ പെണ്ണുങ്ങൾ ഇവിടെ എന്താ ചെയ്യണ്? നിങ്ങൾ നാട്ടിലെ പെണ്ണുങ്ങളെ നന്നാക്കാൻ പറയാൻ കഴിയൂല, പ്രസംഗിക്കാൻ കഴിയൂല, ഉപദേശിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? വളരെ പാടാണ്. അങ്ങനെ അയച്ചിട്ട് നമുക്ക് ഉപദേശിക്കാൻ പറ്റൂല എന്നല്ല. ഇസ്ലാമിൽ ഒരുപാട് അതിന് അനുകൂലമായ ഘടകങ്ങൾ വേറെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല. ഒരു പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കുവാൻ, ഒരു നേതാവിനെ ക്ഷീണിപ്പിക്കുവാൻ ആ നേതാവ് തെറ്റു ചെയ്യണമെന്ന് പറയേണ്ടതില്ല. നാം വളരെ ശ്രദ്ധിക്കണം. കല്യാണം വരുമ്പോ നിങ്ങള്, കല്യാണം വരുമ്പോ നിങ്ങള്, നമ്മളെ മോനൊരു കല്യാണമോ ആലോചനയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കടയിൽ ചായക്കടയിൽ കയറിയിട്ട് നമ്മളാ മറ്റേ ആളെ ആ മോനൊരു കല്യാണം, നല്ല കുട്ടിയാണ്. ഇവിടെ സുബഹിക്ക് ജമാഅത്തിന് വരുന്ന ഒറ്റ കുട്ടി ആ കുട്ടിയുള്ളൂ, ചെറുപ്പക്കാരെ കൂട്ടത്തിൽ. നിങ്ങൾ നടക്കണീനൊരു പക്ഷെ ഒരു താരാണ്ട് അച്ചങ്ങാരെ വാപ്പുണ്ടല്ലോ, ഓനിവിടെ പലിശന്റെ ഏർപ്പാടിട്ട് നടക്കുന്ന പണി. ഓനത് നേരം വെളുത്ത് 1000 ഉൾപ്പെടുത്താൽ പിറ്റേന്ന് 1100 രൂപ വാങ്ങണ പണിയാണ്. മാത്രല്ല ഇടക്കിടക്ക് അയാൾ കള്ളുടിച്ചലുണ്ടെന്നാ കേട്ടത്. വല്ലാതെ എനിക്കറിയില്ല. ഞാൻ കല്യാണം നടക്കുമോ? കുട്ടി എന്ത് തെറ്റ് ചെയ്തു? സുബഹിക്ക് വരുന്ന കുട്ടി. ഇവിടെ എല്ലാ നല്ല കാര്യത്തിലും ബാപ്പമാര് ശ്രദ്ധിക്കണത്, നല്ലോ ശ്രദ്ധിക്കണം. നമ്മള് തിരിച്ചു മറ്റതുകൊണ്ട് ബാപ്പ നല്ല ഉഷാറാണ്, മോശമായാലും കുടുംബത്തിന് റിമാർക്ക് സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉമറുൽ ഫാറൂഖിന്റെ മോളെയാണ് അള്ളാന്റെ ഹബീബ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആരാണത്? ഹഫ്സ ബീവിയാണ്. ഹഫ്സ ബീവി ഉമറുൽ ഫാറൂഖിന്റെ മോളാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മോളാണ്. ഈ പറയപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളെ മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതാണ് ആയിഷ. ഉമറുൽ ഫാറൂഖിന്റെ മകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. അതാണ് ഹഫ്സ. ആയിഷ ബീവിയെ സംബന്ധിച്ച് രാജ്യത്ത് ശത്രുക്കൾ ഒരു വലിയ കിംവദന്തി പറഞ്ഞു പരത്തിയിരിക്കുന്നു. ആയിഷ ബീവി വ്യഭിചരിച്ചിരിക്കുന്നു, മുഹമ്മദിന്റെ ഭാര്യ വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി തങ്ങൾ കേട്ടപ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസം, മാനസികമായ ടെൻഷൻ. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലിരിക്കുമ്പോൾ അതാ വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. വാതിൽ തുറന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് നബിയുടെ മുത്ത് നബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നബി തങ്ങൾക്ക് വല്ലാത്ത മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താണ് തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം? നബി തങ്ങൾ പറയുന്നു, ഉമറേ, താങ്കൾ കേട്ടിട്ടില്ലേ? രാജ്യത്ത് നടക്കുന്ന വാർത്ത താങ്കൾ അറിഞ്ഞിട്ടില്ലേ? താങ്കൾ അറിഞ്ഞിട്ടില്ലേ? ഉമറുൽ ഫാറൂഖ് അത് കേട്ടിട്ടുണ്ട്. നബിയോട് പറയുന്നു, നബിയെ, ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ ഉമറുൽ ഫാറൂഖിനോട് നിഷ്പക്ഷമായി ചോദിക്കുകയാണ്, ഉമറേ, ഈ വിഷയത്തിൽ നിന്റെ സ്വതന്ത്രമായ അഭിപ്രായം എന്താണ്? എന്റെ ഭാര്യ ആയിഷ വ്യഭിചരിച്ചു എന്നാണല്ലോ കേൾക്കുന്ന വാർത്ത. ഇതിനെപ്പറ്റി സ്വതന്ത്രമായി, അതായത് നിന്റെ മോളെ ഞാൻ കെട്ടി എന്നത് നോക്കാതെ, ഞാൻ നിന്റെ നേതാവാണ് എന്ന് നോക്കാതെ, നീ ഇതിനെപ്പറ്റി എന്നോട് സത്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് നോക്കാതെ, നീ സത്യസന്ധമായി, നിഷ്പക്ഷമായി, സ്വതന്ത്രമായി നിങ്ങളിലൊരു അഭിപ്രായം പറയുമോ? എന്താണ് താങ്കളുടെ വിലയിരുത്തലെന്ന്
നബിതങ്ങൾ ഉമറുൽ ഫാറൂഖിനോട് ചോദിച്ചപ്പോൾ ഉമറുൽ ഫാറൂഖിന്റെ മറുപടി, നബിയേ, ആയിഷ ബീവി വ്യഭിചരിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എന്തുകൊണ്ട് വ്യഭിചരിച്ചിട്ടില്ല? തെളിവ് വേണ്ടേ? വാദം പറയുമ്പോ, ഒരു കാര്യം പറയുമ്പോ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ, അത് സത്യമാണെന്ന് തെളിയിക്കുവാൻ അതിന് തെളിവ് വേണ്ടേ? അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഇല്ല എന്ന് താങ്കൾ പറഞ്ഞതിന് എന്താണ് അടിസ്ഥാനം? ഉമറുൽ ഫാറൂഖ് അവിടെ സമർത്ഥിക്കുന്ന ഒരു തെളിവുണ്ട്. എന്താണെന്നറിയോ? നബിയേ, ഞാൻ ആയിഷ ബീവി വ്യഭിചരിച്ചിട്ടില്ല എന്ന് തങ്ങളോട് കൃത്യമായി ഖണ്ഡിതമായി പറയാനുള്ള കാരണം, തങ്ങൾക്ക് അള്ളാഹു നിഴല് തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴല് അള്ളാഹു കൊടുത്തില്ല. എനിക്കും ഇങ്ങൾക്കൊക്കെ നിഴലുണ്ട്. നമ്മളെക്കാട്ടും വലിയ നിഴല്. തടി മെലിഞ്ഞോൽക്കൊക്കെ തടി ഒന്നും സമാധാനിക്കാൻ നല്ല നിഴലുമൊക്കെ നോക്കല് ഭയങ്കരമായിട്ട്. ചിലപ്പോൾ ആ കണ്ണാടിയിൽ നോക്കിയാൽ അതൊരു തടിച്ച കോലത്തിൽ വേറെ, കയ്യൊക്കെ നല്ല വണ്ണം, ക്ഷീണമൊക്കെ പോയി എന്നൊന്നും തോന്നിപ്പോവും. ഞമ്മക്കൊക്കെ നിഴല്, പക്ഷികൾക്ക് നിഴല്, ഏത് സാധനങ്ങൾക്കും നിഴല്. അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾക്ക് നിഴല് അള്ളാഹ് കൊടുത്തിട്ടില്ല. എന്താ അതിന്റെ കാരണം? എന്താ നിഴലുണ്ടായാലും? കോട്ടുവായ കൊടുത്തിട്ടില്ല, അതൊരു പ്രയാസമുള്ള കാര്യമാണ്. കോട്ടുവായ വരുമ്പോ ഇടത്തെ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കണം എന്നാ. തൊള്ള ഒന്നായിട്ട് തുറന്നിട്ട് ലൈസൻസ് ഇല്ലാതെ വിടാൻ പാടില്ലേ. അള്ളാന്റെ ഹബീബായ നബിതങ്ങൾ പറയാ, പിശാച് അവന്റെ തൊള്ളയിലൂടെ ഇറങ്ങി അവന്റെ ആമാശയത്തിലേക്ക് പോകുമെന്ന. ചില മനുഷ്യന്മാരുണ്ട്, കോട്ടുവായാണ് ഇട്ടാല് നമ്മുടെ ഇതിലെ പോകുമ്പോൾ ലാറിക്ക് ചിലപ്പോൾ ഒരു ഗീറാറ്റും ഒരു ഒച്ചയായിരുന്നു. അടുത്ത കടയിലെ പാമ്പൊരി അടക്കം കൊഞ്ഞാടും ഈ കൊട്ടാവിയാണ് ഇട്ടത്. സുബ്ഹാനല്ലാഹ്, ചെയ്യാൻ പാടില്ല. വയസ്സന്മാരൊക്കെ പ്രത്യേകിച്ച് അത് വളരെ സംസ്കാരം കുറഞ്ഞൊരു പരിപാടി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ ഒച്ച ഉണ്ടാകാൻ പാടില്ല, കൈ അവിടെ പൊത്തി പിടിക്കണം, തൊള്ള തുറക്കാൻ പാടില്ല എന്നാ. ബുഖാരിയിൽ ഇമാം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച്. ഞാനതിൽ നിന്ന് പിന്മാറുകയാണ് സൂചിപ്പിച്ചത്. ഇതൊക്കെ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോട്ടുവാണ്ടായിട്ടില്ല. നബിതങ്ങളെ കക്ഷത്തിൽ രോമമുണ്ടായിട്ടില്ല. അവിടുത്തെ ശരീരത്തിൽ ഈച്ച വന്നിരുന്നിട്ടില്ല. നോക്കാ നിങ്ങൾ, നമ്മളെ ശരീരത്തിൽ എപ്പോഴാ ഈച്ച ഇല്ലാത്ത? അത് ഏറി വന്ന് കുത്തിരിക്കൽ മനുഷ്യനെ അടങ്ങൽ ഈ മൂക്കുമലാവുന്നിരിക്കൽ. എല്ലാ സ്ഥലത്തും ഈച്ചയാണ്. അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഈച്ച വന്നിരുന്നിട്ടില്ല. നബിതങ്ങൾക്ക് സ്വപ്നസ്ഖലനം സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് അമാനുഷികതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് മുത്തുനബിക്ക് അള്ളാഹു നിഴല് കൊടുക്കാത്തത്. എന്താ നിഴല് കൊടുത്താലുള്ള പ്രശ്നം എന്നറിയോ? ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ അവിടെ ചാണകമുണ്ട്, കാഷ്ടമുണ്ട്, മൂത്രമുണ്ട്, മലിന വസ്തുക്കളുണ്ട്, വൃത്തികേടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ അശുദ്ധങ്ങളാകാതെ, അശണ്ടകൾ വരാതെ, വൃത്തികേടുകൾ ആവാതെ, മലിനമായ വസ്തുക്കൾ ശരീരത്തിലേക്ക് ചെന്നു ചേരാതെ നടക്കാൻ പറ്റുമെങ്കിലും എൻ്റെ ഈ തലയെക്കെട്ട് തലപ്പാവ് നേരെ അതിൻ്റെ നിഴല് ചെല്ലുന്നത് ചാണകത്തിന്റെ മുകളിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് അതുല്യനായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ നേതൃത്വമായ പ്രപഞ്ചത്തിന്റെ ആത്മാവ്, സ്നേഹവാത്സല്യത്തിന്റെ സാമ്രാജ്യം, കാരുണ്യത്തിന്റെ കടൽ, ഹബീബ് ഷഫീഉൽ വറാ ത്വാഹ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് നിഴല് ഉണ്ടായിപ്പോയാൽ ആ നബിയുടെ നിഴല് ഇത്തരം വൃത്തികേടുകളിൽ ചെന്നുപോകും. ഇതുപോലും അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് നിഴല് കൊടുത്തില്ല. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു, നബിയേ, തങ്ങളെ ശരീരത്തിന്റെ നിഴല് വൃത്തികേടുകളിൽ ചെന്നു പോകുമെന്ന് അള്ളാഹു മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് നിഴല് തന്നിട്ടില്ലെങ്കിൽ
ഇത്രയും പരമപരിശുദ്ധരായി അല്ലാഹു തങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ ഒരു വ്യഭിചരിച്ച പെണ്ണിനെ തങ്ങളെ ശരീരത്തിൽ കിടക്കാൻ, ഒരു വ്യഭിചാരിയായ പെണ്ണിന്റെ ഭർത്താവാകാൻ അല്ലാഹു തങ്ങളെ സമ്മതിക്കില്ല നബിയേ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അത് വളരെ ബുദ്ധിപരമാണെന്ന് ബോധ്യപ്പെട്ടു. ഉടനെ തന്നെ ഹബീബിന്റെ മുമ്പിൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആയിഷ ബീവി വ്യഭിചരിച്ചിട്ടില്ലെന്ന് അർത്ഥം കുറിക്കുന്ന ആയത്ത് വഹി അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് മുത്തുനബിയുടെ മദ്ഹ് കേൾക്കുന്നതിനോട് വിരോധം പുലർത്തുന്നവർ, നബി തങ്ങളെ മുടി കാണുന്നതിനോട് വിരോധം പുലർത്തുന്നവർ, ആ വിരോധം പുലർത്തുന്നവർ ഇത്തരം ഭൗതിക ലോകത്ത് ജീവിച്ച നേതാക്കൾ ഉപയോഗിച്ച് അവർ ഉപേക്ഷിച്ച വസ്തുക്കളെ കാണാൻ പോകുന്നതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ കശ്മീരിലെ ഹസറത്ത് ബാൽ പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടി നഷ്ടപ്പെട്ടു പോയ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ ഉണർത്തി. ആ രാജ്യത്തുള്ള സത്യവിശ്വാസികൾ പറഞ്ഞു, ഇത് മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് ബോധ്യപ്പെടാൻ ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് നിൽക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അവര് അടിച്ചു എന്നാണ്. ആ രോമത്തിനും ആ മുടിക്ക് നിഴല് വന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഹജ്ജത്തുൽ വദാഇന്റെ നബിയുടെ അവസാനത്തെ ഹജ്ജില് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ തലയിൽ നിന്ന് മുടി വെട്ടിയപ്പോൾ ആ മുടി നബി തങ്ങൾ എന്താ ചെയ്തത്? ഇത് ലോകത്ത് ജനങ്ങൾക്ക് കാണാൻ പാത്ത് വെക്കാനാണ്, സൂക്ഷിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്തത്. ഇത് ബുഖാരിയിലില്ലേ? ഈ ഹദീസ് എന്താ ലോകത്ത് പറയാത്തത്? ഇതിനെപ്പറ്റി എന്താ കേൾക്കാത്തത്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറയുന്നു, ഇഖ്സിംഹു ബൈനന്നാസ്. ഈ മുടി എവിടെയെങ്കിലും മൂലയിൽ കൊണ്ടുപോയി വേസ്റ്റായി തട്ടാനുള്ളതല്ല. ഇത് സത്യവിശ്വാസികൾക്കിടയിൽ ത്വൽഹത്ത് തങ്ങളെ നിങ്ങൾ വിതരണം ചെയ്യണേ. അപ്പൊ റസൂല് ശിർക്ക് ചെയ്തു എന്നാണോ? റസൂല് തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നബി തങ്ങളെ ശരീരത്തിൽ നിന്ന് മുടി കളഞ്ഞുകൊണ്ട് അത് സ്വഹാബത്തിലെ പ്രധാനിയായ നേതാവിനെ വിളിച്ചുകൊണ്ട് മറ്റു സത്യവിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ഹബീബായ തങ്ങൾ നിർദ്ദേശിക്കുന്നത് അത് ജനങ്ങൾ കാണാനാണ്, ജനങ്ങൾ കണ്ടുകൊണ്ട് പുണ്യം നേടാനാണ്, അവരെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തന്നെയാണ്. ഇതൊക്കെയും സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ താങ്ങും തണലുമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വളരെ പ്രയാസങ്ങൾ നേരിടുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഹബീബായ തങ്ങൾക്ക് ആർജം കൊടുത്തവരാണ്, ഊർജം കൊടുത്തവരാണ്, ധൈര്യം കൊടുത്തവരാണ്, സ്ഥൈര്യം കൊടുത്തവരാണ്, ശക്തി പകർന്നവരാണ്. ഒരു കാലഘട്ടത്തിന്റെ ഇടിമുഴക്കമായി ലോകം വിശേഷിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങള്. മഹാനായ നബി തങ്ങൾ പറയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മദീനയിൽ സ്വഹാബിമാരുമായി ഒരുമിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ കാട്ടിൽ പോയി, മലയിൽ പോയി കെണി വെച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നൊരു സാധനമുണ്ട്, ഉടുമ്പ് എന്നതിന്റെ പേര്. അപ്പൊ ഉടുമ്പ് അതൊരു ഔഷധാണ്. ഉടുമ്പിന് വലിയ ശക്തിയാണല്ലോ. അപ്പൊ കാട്ടിൽ പോയിട്ട് കെണി വെച്ചിട്ട് ഒരു സഞ്ചിയില്
ഉടുമ്പിലേറ്റും വരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അയാൾ മലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആളുകളെല്ലാം കൂട്ടം കൂടി നിൽക്കുക. ആളുകൾ കൂട്ടം കൂടി നിന്നാല് നമ്മളെല്ലാവരും ആ കൂട്ടത്തിലൊന്ന് പോയി വെക്കും. എത്ര വലിയ തിരക്കാണെങ്കിൽ ബസ് ഇറങ്ങിങ്ങനെ അടുത്ത ബസ്സിന് പോകാനുള്ള ആളാ. പക്ഷെ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു വലിയ കൂട്ടം ആൾക്കാർ, ആളുകൾ പിന്നെയും ഇങ്ങനെ വന്ന് നിൽക്കന്നെ. ചെന്ന് നോക്കിയപ്പോ എന്താ നിങ്ങൾ അത് കൊട്ടൻ ചുക്കാതി തൈലം വിൽക്കുക. അവിടെ ഒന്നുമില്ല, അത് വിൽക്കാനുള്ള ചില പൊടിക്കൈകൾ അതിന്റെ കച്ചവടക്കാരെങ്ങനെ ചാമ്പുകൾ അതിങ്ങനെ പൊട്ടീസാക്കുകയാണ്. അപ്പോഴേ നമ്മളവിടെ ചെന്ന് നോക്കി. അപ്പൊ ഈ ഒരു വലിയ ആൾക്കൂട്ടം മലയിൽ നിന്ന് ഉടുമ്പിനെ ജീവനോടെ പിടിച്ച് ഒരു സഞ്ചിയിലാക്കി ധൃതിയിൽ ചുട്ടു തിന്നാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ ആൾക്കൂട്ടത്തെ കണ്ടപ്പോ മനുഷ്യ സഹജമായ സ്വഭാവ പ്രകൃതി അദ്ദേഹത്തിനുമുള്ളത് കൊണ്ട് അദ്ദേഹം ആ മനുഷ്യക്കൂട്ടത്തിലേക്ക് ചെന്നു. അയാൾ ചോദിച്ചു, എന്താ അവിടെ? അപ്പൊ സഹാബാക്കളിൽ നിന്ന് ഒരാള് പറഞ്ഞു, ഇത് മുസ്ലിങ്ങളുടെയും ഈ രാജ്യത്തിന്റെയും ഒക്കെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് കേട്ടപ്പോ അയാൾക്കാണ്ട് ചൂടായി. അയാള് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യരെ ഇതുവരെ കണ്ടിട്ടില്ല, ഞമ്മക്കത് പറയാൻ കഴിയൂല. അദ്ദേഹം പറയുന്നു, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുപ്പ് പുലർത്തുന്ന മനുഷ്യനാണ് മുഹമ്മദ്, വൃത്തികെട്ട മനുഷ്യനാണ് മുഹമ്മദ്. ഇന്നാലില്ലാഹ്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്ക് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വാളെടുത്തു. നബിയോട് ചോദിച്ചു, നബിയേ, മര്യാദ കെട്ട് തങ്ങളോട് പുലർത്തേണ്ട അദബ് അച്ചടക്കം അത് കീപ്പ് ചെയ്യാതെ ധിക്കാരപരമായി സംസാരിച്ച അദ്ദേഹത്തിന്റെ ശിരസ് ഈ മൂർച്ചയുള്ള ഗഡ്കം കൊണ്ട് വാൾ കൊണ്ട് ഞാൻ വെട്ടട്ടെയോ? നബി തങ്ങളുടെ നിർദ്ദേശം എന്താണെന്നറിയോ നിങ്ങളെ? ലോകത്തിന് മുഴുക്കയും കാരുണ്യമായി അവതരിപ്പിക്കപ്പെട്ട വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. ആ നബി തങ്ങൾ ഉമർ തങ്ങളോട് പറയുന്നു, അരുത് ഉമറേ, ചെയ്തു പോകരുത് ഉമറേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ട് ആ വാളിന്റെ ഉറയിലേക്ക് തന്നെ മടക്കി വെക്കുന്നു, തിരിച്ചു വെക്കുന്നു. ആൾക്കൂട്ടം പോയി, സ്വഹാബത്ത് വിരിഞ്ഞു പോയി. ആ മനുഷ്യൻ ഉടുമ്പിന്റെ സഞ്ചിയും കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോ റസൂലുള്ളാഹി തങ്ങള് ആ മനുഷ്യന്റെ പിന്നിൽ ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മനുഷ്യ നിൽക്കൂ അവിടെ. അദ്ദേഹം നിൽക്കുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, ഞാനും അനുയായികളും ഒരുമിച്ച് കൂടിയപ്പോൾ നീ എന്തുകൊണ്ടാണ് പരസ്യമായി എൻ്റെ മുഖത്തു നോക്കി അപകീർത്തിപ്പെടുത്തി അവഹേളിച്ചുകൊണ്ട് മര്യാദ കെട്ടുകൊണ്ട് നിന്ദ്യമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടായ കാരണമെന്താണ്? അപ്പോഴും അദ്ദേഹം നബിയോട് കയർത്തുകൊണ്ട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ സംസാരത്തിനിടയിൽ അദ്ദേഹം നബി തങ്ങളോട് ഒന്ന് ചോദിച്ചു പോയി, മുഹമ്മദേ, ഈ കാണുന്ന സഞ്ചിയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ജീവനുള്ള ഒരു ഉടുമ്പ് എൻ്റെ കയ്യിലെ ഈ പാത്രത്തിൽ കൊണ്ട് ഈ ഉടുമ്പ് നിന്നോട് നബിയാണെന്ന് സംസാരിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എവിടെ നിന്റെ പാത്രത്തിലെ ഉടുമ്പ്? ആ മനുഷ്യൻ തന്റെ സഞ്ചി അതിന്റെ വായ പൊളിക്കുന്നു, തുറക്കുന്നു. ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ആ പാത്രത്തിൽ ഇപ്പോൾ എന്നെ കൊന്നുകളയും, ചുട്ടു തിന്നുമെന്ന് പേടിച്ചു നിൽക്കുന്ന ഉടുമ്പ്. ആ ഉടുമ്പിന്റെ സഞ്ചിയുടെ ഭാഗം പൊളിച്ചപ്പോൾ, വായ തുറന്നപ്പോൾ ആ ഉടുമ്പ് അതിന്റെ തലമെല്ലേ പുറത്തേക്ക് കാണിക്കുന്നു. അടച്ചു വെച്ച വായയോടെ അത് നോക്കുന്നത് ഈ ലോകത്തിന്റെ സമാധാനത്തിന്റെ ശാന്തിയുടെ സ്നേഹത്തിന്റെ കൈത്തിരിയുമായി കടന്നു വന്ന അനുഗ്രഹത്തിന്റെ പറുദീസയായ ഷഫീഉൽ വറാ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശോഭിതമായ പ്രസന്നമായ സുന്ദരമായ ആ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നത്, ഉടുമ്പേ, കുറ്റിക്കാടുകളിലൂടെ ഇഴഞ്ഞ് നടന്ന കാലഘട്ടങ്ങളിൽ, മലമുകളിലൂടെ മെല്ലെ മെല്ലെ സഞ്ചരിച്ച കാലഘട്ടങ്ങളിൽ, പൊത്തുകളിലും ധോരങ്ങളിലും താമസിച്ച കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഈ ഉള്ള എന്നെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ? ഞാൻ ആരാണെന്ന് നിനക്ക് ഒന്ന് പറയാൻ സാധിക്കുമോ? ഈ മനുഷ്യന്റെ പാത്രത്തിൽ തലഭാഗം പുറത്തേക്ക് കാണിച്ചിരിക്കുന്ന ഉടുമ്പിനോട് നബിതങ്ങൾ ചോദിക്കുമ്പോൾ ആ അടച്ച ഉടുമ്പിന്റെ വായ തുറക്കുന്നു. നബിയോട് പറയുന്നു, എനിക്ക് പറയാൻ പറ്റും, അന്ത റസൂലുള്ളാഹ്, അന്ത നബിയുള്ളാഹ്, അന്ത ഹബീബുള്ളാഹ്. താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹുവിൻ്റെ നബിയും അല്ലാഹുവിൻ്റെ ഹബീബുമാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് നബിയേ. ഇത് പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പ് ആ പാത്രം കയ്യിൽ പിടിച്ച് നബിതങ്ങളോട് ധിക്കരിച്ച് സംസാരിച്ച മനുഷ്യന്റെ കയ്യിൽ നിന്ന് ശരീരമാസകലം കോരിത്തരിച്ചു പോയ മനുഷ്യൻ ആ സഞ്ചിയുടെ പിടുത്തം വിട്ട് കഴിഞ്ഞിരുന്നു. ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി വന്ന ഉടുമ്പ് രക്ഷപ്പെട്ടു എന്ന സമാധാനത്തോടുകൂടി അത് കാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആ മനുഷ്യൻ ഹബീബായ തങ്ങളെ അണഞ്ഞു കൂട്ടിപ്പിടിച്ചു നബിയുടെ മുഖത്ത് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യനും പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിതങ്ങൾക്ക് എന്തൊന്നില്ലാത്ത സംതൃപ്തിയാണ്, എന്തൊന്നില്ലാത്ത സന്തുഷ്ടിയാണ്. ഉടനെ നബിതങ്ങൾ ചെല്ലുന്നത് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഓടുന്നത് എവിടേക്കാണ്? ഉമറിനെ ഒന്ന് കാണാനാണ്. അതാ പോകുന്നു, ഉമറാണ് പോകുന്നത്. നബിതങ്ങൾ വിളിക്കുന്നു, ഉമർ, ഉമർ താൽ, വരൂ ഉമറേ. ഒന്ന് തിരിഞ്ഞു നോക്കി ഉമറ്. ഉമറുൽ ഫാറൂഖ് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലും നേരത്തെ സദസ്സിൽ വെച്ചുകൊണ്ട് നബിതങ്ങളെ എകഴ്ത്തി സംസാരിച്ച മനുഷ്യൻ ഹബീബിന്റെ കയ്യിൽ പിടിച്ചു വരുന്ന ഈ അത്ഭുതകരമായ കാഴ്ചയാണ് കാണുന്നത്. നബിതങ്ങൾ പറയുന്നു, ഉമറേ, ഈ മനുഷ്യൻ നിന്റെ കൂട്ടുകാരനാണ്, നിന്റെ സുഹൃത്താണ്, നിന്റെ സഹോദരനാണ്, വിശുദ്ധ മതത്തിലെ ഒരു മെമ്പറാണ്. ഉമറേ, നീ വെട്ടാൻ സമ്മതം ചോദിച്ചപ്പോൾ നിനക്ക് ഞാൻ സമ്മതം തന്ന് നിന്റെ കയ്യിലെ മൂർച്ചയുള്ള വാളുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടിയിരുന്നുവെങ്കിൽ ഇദ്ദേഹം മുസ്ലിമാകുമായിരുന്നോ? ഇന്ന് ഇദ്ദേഹം ഈ പ്രസ്ഥാനത്തിലെ ഒരു വക്താവായി തീർന്നിരിക്കുന്നു. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇത്രയും വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുകയും ലോകത്ത് സ്നേഹമെന്താണെന്ന് പഠിപ്പിച്ചു തരികയും ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അകമഴിഞ്ഞുകൊണ്ട് അളവറ്റുകൊണ്ട് സ്നേഹിക്കുവാൻ ഒരു സത്യവിശ്വാസിക്ക് സാധ്യമാകേണ്ടതുണ്ട്.
അപ്പോഴാണ് സത്യവിശ്വാസിയാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ സമ്പൂർണമായി തീരുന്നത്. അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയാകുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയത് കൊണ്ട് അവൻ സത്യവിശ്വാസി ആയി തീരുന്നില്ല. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു, വഫ്ദ് അബ്ദുൽ ഖൈസ് നബി തങ്ങളെ മുന്നിൽ വന്ന് ഇസ്ലാമിനെ പറ്റി ചോദിച്ചറിയാൻ വന്നപ്പോ നബി തങ്ങൾ അവരോട് ചോദിക്കുന്നു, അത്തദറൂന മൽ ഈമാനു ബില്ലാഹി വഹദാ, അല്ലാഹ് ഒരുവനാണെന്ന് വിശ്വസിക്കൽ എങ്ങനെ നിങ്ങൾക്ക് അറിയുമെന്നാ നബി തങ്ങൾ ചോദിക്കുക. തൗഹീദ് അതല്ലേ, അല്ലാഹ് ഒരുവനാന്ന് വിശ്വസിക്കുന്നതിനാ തൗഹീദ് അറിയാം. അള്ളാഹുവിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക, ഇബാദത്തിൽ അല്ലാഹു അല്ലാത്ത ആരെയും പങ്കു ചേർക്കാതിരിക്കുക, ഇതിനാ തൗഹീദ് പറയുന്നത്. അപ്പൊ നബിതങ്ങൾ ഇവരോട് ചോദിക്കുക, അല്ലാഹ് ഒരുവനാണെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓല് പറഞ്ഞു, അല്ലാഹു വ റസൂലു അലൈഹി, ഞങ്ങളത് പഠിച്ചാൻ വന്നോല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, കേട്ടോളി, അല്ലാഹ് ഒരുവനാന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലല്ല, അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രല്ല, പിന്നെന്താണ്? നിങ്ങൾ കേൾക്കണം, അതെന്താണ്? അന്തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ നബിതങ്ങളെ മാറ്റിവെച്ചാൽ ഈമാൻ പൂർണ്ണമല്ല. നിക്കാരം കണ്ടില്ലേ ചെറുപ്പക്കാര്യങ്ങൾ? ആർക്കാ നിക്കേച്ചു? അല്ലാഹ്. ഞാൻ നിക്കേച്ചു, എന്റെ അമ്മ വാക്ക് അറിയും, അല്ലെങ്കിൽ വാപ്പ വടിയെടുത്തോടെ നിൽക്കുന്നുണ്ട്, കുണ്ടമ്പാടിയോട് പുറത്ത് തല്ലു കിട്ടും, ചോറിട്ടൂലെന്ന്. അപ്പൊ അപ്പൊ അള്ളാഹ്ക്കും ബാപ്പാക്കും കൂടി വേണ്ടിയിട്ട് അല്ലാഹു അക്ബർ എന്നാ നിക്കാരത്തിന് കൂടിയിട്ട് കിട്ടൂല. കുറ്റാണ് ഓൻ ചെയ്തത്, ഇസ്ലാമിൽ ഓൻ ശിർക്ക് ചെയ്തവനായി. നമ്മൾ നിസ്കാരത്തിൽ നിയ്യത്ത് ചെയ്യൽ എങ്ങനെ? ഉസല്ലി ഫർള സ്വലാത്തിൽ ഇശാഇ 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ കഅബത്തി അദാഅൻ ലില്ലാഹി തആല, എല്ലാം അല്ലാഹ്ക്കാ. നോമ്പ് വെക്കൽ എങ്ങനെ? നവൈതു സൗമോദി അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. എങ്ങനെ ഹജ്ജിന് നിയ്യത്ത് ചെയ്യൽ? നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. എല്ലാം അങ്ങനെയാണ്. എന്നാ നിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ അമലുകളെ കൂട്ടത്തിലും വലിയ പോലീസുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട പല നിസ്കാരം. ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനമായത് അത് നിസ്കാരാണ്. ആ നിസ്കാരം അല്ലാഹ്ക്കാന്ന് പറഞ്ഞാണ്ട് പിന്നെ ആ നിസ്കാരത്തിലാണ്ട് കടന്നാൽ അല്ലാഹ് അല്ലാത്ത ഒരാളെ പറ്റി പിന്നെ നമ്മൾ പറയാനും ചിന്തിക്കാനും പാടില്ല. ഞാനിങ്ങനെ നിസ്കരിക്കുമ്പോണ്ട് പടച്ച തമ്പുരാൻ, എൻ്റെ ബാപ്പ ഇങ്ങനെ ഗൾഫിന്ന് വരുന്നു, 10 കൊല്ലാന് വാപ്പ പോയിട്ട് ഒരു കുറ്റിയും തുമ്പും ചെയ്തു. പേപ്പറിൽ പത്രങ്ങളിൽ എല്ലാ ചാനലിലും ബാപ്പാന്റെ ഫോട്ടോ റിപ്പോർട്ടും ഒക്കെ കൊടുത്തു. പെരയിലെന്നിങ്ങനെ പുറത്തുനിന്ന് ദൂരസ്കരിക്കുമ്പോൾ ഒരു പെട്ടി, ഒരു സൂട്ട് കേസും എല്ലാം കൂടി ഇട്ടിട്ട് ബാപ്പ അസ്സലാമു അലൈക്കും മോനെ കണ്ടപ്പോൾ ഊറുക്കേറ്റിനടുത്ത് 10 കൊല്ലം മുമ്പ് പോയ വാപ്പല്ലേ, വലൈക്കും മുസ്സലാം എന്നാ നിക്കാരാണ് പൊളിഞ്ഞുപോയി. ഓനൊരു കുറ്റമുണ്ട്. കാരണം നിക്കാരത്തിൽ അങ്ങനെ നിക്കാരൻ ആവശ്യമില്ലാതെ അങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു അല്ലാത്ത ഒരാളോട് സംഭാഷണം ചെയ്ത നിസ്കാരം പൊളിഞ്ഞു പോകും. മനസ്സിലാക്കണത് ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഇനി ഞാൻ ആടിയല്ലേ, നമ്മളെ ജ്യേഷ്ഠനാ വരുന്നത്, അത് പോയിട്ട് തോന കൊല്ലൊന്നും വായിച്ചില്ല, കഴിഞ്ഞ കൊല്ലം പോയതാ. നമുക്ക് നല്ലൊരു കോള് കാക്കാൻ്റെ അടുത്തുണ്ടാവും നിനക്കറിയാം, നല്ലൊരു വാച്ചുമൊക്കെ ഉണ്ട്. അപ്പൊ ഇനി കാക്കാനൊന്ന് അസ്സലാമു അലൈക്കും നിക്കാരത്തിലാ ചൊല്ലിയത്, എന്നാ നിക്കാരല്ല. ആരങ്ങനെ ചൊല്ലിയ എന്താ കാരണം? അല്ലാഹു അല്ലാത്ത ഒരാളോട് നീ എന്ന അഭിമുഖ സംഭാഷണം ചെയ്യാൻ പാടില്ല, നിസ്കാരം പൊളിഞ്ഞു. എന്നാ കണ്ടില്ലേ, അല്ലാഹു അല്ലാത്ത പടപ്പുകൾ, അല്ലല്ലാത്തതൊക്കെ പടപ്പുകളാണ്, സൃഷ്ടികളാണ്. അതിൽ ഒരാൾക്ക് നേരിട്ട് സലാം ചൊല്ലുന്നു. തൗഹീദ് ഒളിഞ്ഞുപോയി നിസ്കരിച്ചാൽ തന്നെ പറ്റൂല. ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, കമ്പനിക്കാർക്ക്
നിക്കാരത്തിന്റെ ഫറലിൽപ്പെട്ട ഒരു ഫറലാണ് അത്തയ്യാത്ത് ഓതല്. എന്താ അത്തയ്യാത്ത് ആയത് നിങ്ങള്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹി. എന്നിട്ട് പിന്നെ ചെല്ലുന്നതോ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യരോട് സലാം ചെല്ലുന്നത് പോലെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. ഓ മദീനയിൽ വിശ്രമിക്കുന്ന നബിയേ, അസ്സലാമു അലൈക, നിങ്ങളെ മേലിൽ അള്ളാഹുവിന്റെ രക്ഷ വർഷിക്കട്ടെ. സലാം പറയാ. മത്തിലാകുമോ? മത്തിലാവില്ല. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫുൽ മഖ്ലൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സലാം പറഞ്ഞില്ലെങ്കിൽ എന്നെ നിൽക്കാനാട് ഒഴിഞ്ഞു മന്നെ നിൽക്കാൻ പോകണത്. അത് ഏതെങ്കിലും ചാമ്പറി കിട്ടാളഞ്ഞ് വേസ്റ്റ് തട്ടിയാളഞ്ഞ് എനിക്ക് മുത്തനബിനോട് സലാം പറയാൻ പഠിച്ച് തൗഹീദ് കൊട്ടയിലാക്കി കൊണ്ടെടുക്കാൻ. തൗഹീദ് ഇങ്ങനെ ഗുളികാക്കിയിട്ട് കീസിലിട്ട് നടക്കണ ഓനെ മുത്തനബിന്റെ പേരിൽ സലാം ചെല്ലാൻ ഒരു അറപ്പ്. മരിച്ച മനുഷ്യന് 1400 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആള്, മദീനയിൽ വിശ്രമിക്കുന്ന ആള്, ഇവിടെ ഫറോക്കിൽ വെച്ചിട്ട്, കേരളത്തിൽ വെച്ചിട്ട്, മലപ്പുറത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും എന്നെ കൊണ്ട് അതിനാവൂല. എന്നാ ആരെ നിക്കാറില്ലങ്ങായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വേണം. അത് നിക്കാരത്തിന്റെ ഫർളാണ്. ഫർളില്ലെങ്കിൽ സാധനം ശരിയാകൂല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. മഹാന്മാര് പറയുന്നു, ഇനി നബിയുടെ മൂജിസത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചു വന്നിരിക്കുന്നു. മരിച്ചോലൊക്കെ ജീവിച്ചു വന്നൂലുണ്ടല്ലോ. ഈസാ നബി കുറെ ആളെ ജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ ജീവിച്ചു വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു നിക്കാരത്തില്. എന്നാ സലാം അടക്കാമെന്ന് മഹാന്മാര് പറയുന്നു. ഇത് നബി തങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയുവാനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണങ്ങൾ മനസ്സിലാക്കുവാനും നബി തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച സമാധാനത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും ലോകത്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളായ നാം തയ്യാറാവേണ്ടതാണ്. നബി തങ്ങളോട് വിദ്വേഷം പുലർത്തുന്ന കക്ഷികൾ ലോകത്ത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയി. ഇപ്പോഴൊന്നുമല്ല. നബി തങ്ങളുടെ കാലത്ത് എത്ര സുബ്ഹാനല്ലാഹ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 300 മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നു മദീനത്ത്. മുനാഫിക്കീങ്ങൾ പറഞ്ഞാൽ എന്താ? നബി തങ്ങളെ പരിഹസിക്കണോല, അല്ല ഉണ്ട് എന്ന് പറഞ്ഞോലുക. കപട വിശ്വാസികൾ. എന്താ കപട വിശ്വാസികൾ പറഞ്ഞാല്? അതല്ല തന്നെ എന്നൊക്കെ പറയും. നബി തങ്ങളെ ബലിക്കൊരു സ്ഥാനമില്ലാത്തവര്. അത് നമ്മളെ നാട്ടുകാരനാ, അബ്ദുല്ലാന്റെ ആമിനാന്റെ മോനെ. ഞമ്മള് തിന്നണ റൊട്ടിയല്ലേ മുഹമ്മദും തിന്നണ്. എന്താ ഇപ്പൊ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്? ഞമ്മള് വാങ്ങണ അങ്ങാടിയിലെ ഫ്രൂട്ട്സ് അല്ലേ മുഹമ്മദ് നബി കഴിക്കണ്? ഞമ്മള് കുളിക്കണ കുളത്തുനിന്നല്ലേ ഈ കുളിക്കണ്? എന്താപ്പ അയാൾക്ക് അദ്ദേഹത്തിന് പ്രത്യേകത? ഇത് മനുഷ്യന്റെ കൽബില് ശൈത്താൻ തോന്നിപ്പിച്ച പിന്നെ മാറൂല. നിങ്ങൾ വിചാരിച്ച പള്ളി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, മദ്രസ ഉണ്ട് എന്ന് വിചാരിച്ച്, തൊപ്പിൻ താടി ഉണ്ട് എന്ന് വിചാരിച്ച്, തലക്കെട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇതുകൊണ്ടൊന്നും ഇസ്ലാം ഉണ്ടാവൂല. ഞാൻ പറഞ്ഞു, ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് ഹൃദയാന്തരങ്ങളിൽ ഒരു വലിയ മതിപ്പ് കുറവ്, ഒരു നേരിയ മതിപ്പ് കുറവ് സംഭവിച്ചു പോയാൽ അവന്റെ ഇസ്ലാം പരാജയപ്പെട്ടു പോകും. എന്തിനാ ഇത് ഖുർആൻ പറഞ്ഞത്? മദീനയിൽ 300 മുനാഫിക്കുകൾ. ഒരു ചങ്ങായിന്റെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂല്. അയാളെ പണി എന്താന്ന് നിങ്ങളെ? പള്ളിക്കൽ സൊഫ് ഇങ്ങനെ ശരിയാക്കുമ്പോ ഒന്നാമത്തെ സൊഫിൽ വന്നു സുബ്ഹാനല്ലാഹ്. നിൽക്കാനും കൊണ്ട് കാര്യമില്ല. എന്നിട്ട് അയാൾ എന്താ പറയുക? നമ്മളെ ഇവിടെ കണ്ട് ചില ഇമാമിങ്ങൾ ഗൾഫിലൊക്കെ പോയ എല്ലാവർക്കും അറിയാം. ഇമാമ് സുഫൂഫക്കും, നിങ്ങളെ സ്വപ്പൊക്കെ ശരിയാക്കി വാഴ്ത്തതിരൂ, നിങ്ങള് ചൊവ്വായി നിൽക്കൂ. ഇത് പറഞ്ഞിരുന്ന ആളാണ് ഈ മുനാഫിക്കുകളെ നേതാവാ പറഞ്ഞിരുന്നത്. ഇയാൾ പള്ളിക്കൊക്കെ നിൽക്കാൻ വരിക, നിൽക്കാരം കഴിഞ്ഞിട്ട് മറ്റോലൊപ്പം കൂടുക, ശാപ്പാട് എവിടെ എള്ളിച്ചെങ്കിൽ അവിടേക്ക് പോവുക. സുബ്ഹാനല്ലാഹ്. ഇവര് മദീനയിൽ എന്താ ചെയ്തത്? മദീനയിലെ ഒന്നാമത്തെ പള്ളി ഏതാണെന്നറിയോ നിങ്ങൾ? കേരളത്തിലെ ഒന്നാമത്തെ പള്ളി അപ്പൊ ഈ എണ്ണിയത്
മദീനയിൽ ഒന്നാമത് നബി തങ്ങൾ ഉണ്ടാക്കിയ പള്ളിന്റെ പേരാ മസ്ജിദ് ഖുബ. രണ്ടാമത്തെ പള്ളിയാ മസ്ജിദ് നബവി. മസ്ജിദ് ഖുബ ഉണ്ടാക്കി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ഇങ്ങനെ ശക്തിപ്പെട്ടു വന്നപ്പോ ഇത് സഹിക്കാൻ കഴിയാത്ത ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനികൾ അവരും തീരുമാനിച്ചു, ഇനി നമുക്ക് മുഹമ്മദ് നബിനെ കുറ്റം പറഞ്ഞാട് ഇവിടെ ഇറങ്ങാനില്ല, ക്ലച്ച് പിടിച്ചു. ഇത് കാലഘട്ടം വേറെ, ഇത് ഇന്റർനെറ്റ് കാലഘട്ട. ഇവിടെ ആ പഴയതൊന്നും പറഞ്ഞ ഇപ്പൊ ആൾക്കാരെ കിട്ടൂലെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ഇനി മുടി കാണാൻ പോണ്ടാന്ന് പറഞ്ഞാലും അത് മുത്താൻ പോണ്ടാന്ന് പറഞ്ഞാൽ ആടെ ഇതിനൊപ്പം കിട്ടൂല. ഇതൊക്കെ കാലഘട്ടം മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങൾ. മനുഷ്യന്റെ ആത്മാക്കൾ അന്തരീക്ഷത്തിലൂടെ ഇവിടെ സഞ്ചരിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തുന്നു. അമേരിക്ക കണ്ടുപിടിച്ചത് എന്താ അറിയുങ്ങള്? കുറച്ചുകൂടെ കാലഘട്ടം കഴിഞ്ഞാൽ മരിച്ച വാപ്പാന്റെ റൂഹ് ഇവിടെ സംസാരിക്കുമെന്നാണ്. ഞാനിവിടുന്ന് സംസാരിക്കുമ്പോ കണ്ടില്ലേ, ഈ പുറത്തേക്ക് അക്ഷരം മണിയായിട്ട് വരുന്നൊന്നുമില്ല. എവിടെ ഇവിടെ അക്ഷരം? അല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഫോൺ ഇവിടെ ചെവിന്റെ ഇവിടെ വെച്ചിട്ടാ സംസാരിക്കണുണ്ട് അങ്ങടാ. അത് കേൾക്കണതോ അല്ലാഹ് എത്ര ദൂരല്ല എന്റെ വരേക്കാ കേൾക്കണ്. ഞാൻ ഇപ്പൊ വരട്ടെന്നോ പറഞ്ഞു. ആയിക്കോട്ടെ. നിങ്ങൾ ഗൾഫിക്കാ വിളിച്ചത്, അത് മണിയായിട്ട് പോയോ? അക്ഷരം എഴുതിയോ? നമ്മള് ആധുനിക ശാസ്ത്ര ഈ അന്തരീക്ഷത്തിൽ സംസാരിച്ച ഈ സംസാരം ഇപ്പൊ ഫോണിൽ പോയെങ്കിൽ ആ സംസാരം എല്ലാം കൂടി ഫോണിക്ക് പോയിട്ടില്ല. അഞ്ഞു ഒരു സംവിധാനം വന്നാല് അത് അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചിട്ട് വീണ്ടും ഇവിടെ സപ്ലൈ ചെയ്യാൻ കഴിയും. മരിച്ചുപോയ പിതാക്കന്മാരുടെ സംസാരം അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ച് രണ്ടാമത് റീസപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് ആധുനിക ശാസ്ത്രലോകം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ആത്മാക്കൾക്ക് സഹായിക്കാനും സംസാരിക്കാനും ബന്ധപ്പെടാനും കണക്ട് ചെയ്യാനും സാധിക്കുമെന്ന് വർത്തമാന കാലഘട്ടങ്ങളിലെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരങ്ങളെ. ഓസുലാദം തങ്ങളെ വിളിച്ചാൽ ഓസുലാദം തങ്ങളെ സഹായം കിട്ടും. റൂഹേണ്ടാപോയത് മനുഷ്യന്റെ റൂഹ് അന്തരീക്ഷത്തിലാണത്. ഏഴാൻ ആകാശത്തേക്കാ പോയത്. എന്താ മരിച്ചറിഞ്ഞാല്? മരിച്ചറിഞ്ഞ റൂഹ് പോകാന്ന. എപ്പോഴാ റൂഹ് പോയത്? വൈകുന്നേരാ മനുഷ്യൻ മരിച്ചത്. ആ മനുഷ്യന്റെ ശരീരത്തിൽ ഇതിങ്ങനെ ഇളകുന്ന റൂഹുണ്ട്. ആ റൂഹ് പോയിക്കണ്. ഇനി മയ്യത്ത് എടുക്കുക നമ്മള്. മയ്യത്ത് പറഞ്ഞാല് ജീവനില്ലാത്ത സാധനം. ജീവൻ എവിടെ ഉള്ളു ഇപ്പോ? അത് മലക്കുകളെല്ലാം കൂടിയാണ് കൊണ്ടുപോയിക്കണ്. മൂമിനായ മനുഷ്യനാണെങ്കിൽ ഏഴാൻ ആകാശത്തിന്റെ മുകളിലുണ്ട്. ഇല്ലിയീന് അവിടേക്ക് പോകും. അല്ലാഹു അത്തരം നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. ആ റൂഹ് പിന്നെ ഖബർക്കാണ്ട് കൊണ്ടുപോയച്ച ഖബറിലേക്ക് വരും. ഈ റൂഹിൽ എവിടെ സലാം ചൊല്ലിയാ കേൾക്കൂലേ? കേൾക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മോമിനീങ്ങളെ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് നബി തങ്ങളെ പറ്റി ഇങ്ങനെ കുപ്രചരണം ചെയ്താൽ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മദീനയിലെ ഒന്നാമത്തെ പള്ളിയായ മസ്ജിദ് ഖുബായിന് റിബലായി സമാന്തരമായി മുനാഫിക്കുകൾ എന്തേ കാട്ടിയത്? ഇനി പള്ളി ഉണ്ടാക്കി നോക്കുക നമ്മള്. എന്നിട്ട് കുറച്ച് ആൾക്കാരെ വഞ്ചിച്ച് നമ്മള് ആശയ പ്രചരണം നടത്തുക. ഖുർആനാണ്, അള്ളയാണ് പറയുന്നത്. പള്ളി അതാ വരുന്നു. പള്ളിയിൽ നിസ്കരിക്കണ സ്ഥലം നബി തങ്ങൾ എങ്ങോട്ടാണോ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അതേ ഖിബിലയിലേക്ക് തന്നെയാണ് അവരും മിഹ്റാബ് ഉണ്ടാക്കിയത്. പള്ളിന്റെ പണി കഴിഞ്ഞപ്പോ അവരെ കുതന്ത്രം എന്താണെന്നറിയോ നിങ്ങള്? ഉദ്ഘാടനം ചെയ്യാൻ മുഹമ്മദ് നബി തങ്ങളെ വന്ന് വിളിക്കുന്നു. മുഹമ്മദ് നബിയേ, ഞങ്ങളൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, നിസ്കാരത്തിന്റെ കേന്ദ്രം. അത് ഉദ്ഘാടനം ചെയ്തു തരേണ്ടത് നിങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഞെട്ടിപ്പോകുന്നു. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. നബി തങ്ങൾ സംസാരിക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ വഹയ്യ് മുഖേനയാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. റബ്ബേ, ഞാൻ ഇവർക്ക് സമ്മതം കൊടുത്താൽ, ഞാൻ പള്ളിന്റെ ഉദ്ഘാടനം ചെയ്താൽ
അത് ലോകത്ത് ചരിത്രമായി തീരും, അത് എഴുതപ്പെടും, ഉല്ലേഖനം ചെയ്യപ്പെടും. പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ മുഴുവനും ഈ പള്ളിയിൽ വന്ന് കയറിപ്പോകും. ഇവരാണെങ്കിലോ കപട വിശ്വാസികളാണ്. മുശ്രിക്കുകൾക്ക് അള്ളാഹു നരകത്തിൽ എവിടെയാണോ സീറ്റ് കൊടുത്തത് അതിനേക്കാളും താഴ്ഭാഗത്താണ് ഇരുമുഖം കാണിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച മുനാഫികൾക്ക് ഉള്ളതെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നു. നബിതങ്ങളെ വിമർശിച്ച വിഭാഗത്തിന് നരകത്തിലെ ഏറ്റവും അടിത്തട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പോയാൽ ഇവരെ ജനങ്ങളെല്ലാം കൂടി കൂട്ടൂലേ? പള്ളിക്ക് കുറച്ചാണ്ട് പോയാൽ അവിടെ ഒരു നോട്ടീസ്, അവിടെ ഒരു ബുക്ക്, ഇങ്ങനെ കൃത്രിമം കാണിച്ച് വിവരമില്ലാത്ത ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകും, ചതിക്കപ്പെട്ടു പോകും. എന്നാ പോകൂല എന്ന് പറഞ്ഞാലോ അത് നബിതങ്ങൾക്കെതിരെ ഒരു വലിയ കുപ്രചരണമാകും. ഒരു പള്ളിന്റെ ഉദ്ഘാടനത്തിനല്ലേ വിളിച്ചത്, മറ്റു വിഗ്രഹം വെച്ച സ്ഥലത്തേക്കല്ലല്ലോ, പൂജ നടക്കുന്ന സ്ഥലത്തേക്കല്ലല്ലോ, മറ്റു മതക്കാരുടെ ആരാധനാലയം തുറന്നു കൊടുക്കാനല്ലല്ലോ നബിയെ വിളിക്കുന്നത്. പോയില്ലെങ്കിൽ ഇത് പറയും രാജ്യത്ത്. ഇനി ആരാ തീരുമാനം പറയേണ്ടത്? നബിതങ്ങളെ മൗനം ദീക്ഷിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖുർആൻ ഓതി കൊടുക്കുന്നു. ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറൂ വല്ലാഹു യുഹിബ്ബുൽ മുതതഖിരീൻ. നബിയേ, ആ പള്ളിയിൽ തങ്ങളെ ചെവിട്ടാൻ പോലും പാടില്ല തങ്ങളെ. അവിടെ നിങ്ങൾ കയറിപ്പോകരുത് നബിയെ. പള്ളിയൊക്കെയാണ് പോലെ രൂപപ്പെടുത്തിയതെങ്കിലും, പള്ളിന്റെ കോലമുണ്ടെങ്കിലും അത് സാക്ഷാൽ പള്ളിയല്ല നബിയേ. അത് ഇസ്ലാമിനെ ശിഥിലമാക്കാനുള്ള കൂടാരമാണ് നബിയേ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, നിഷ്കളങ്കയുടെ മേലിൽ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ള തങ്ങൾ നിർമ്മിച്ച പള്ളി, അതാണ് മസ്ജിദ് ഖുബാ. അതാണ് നിങ്ങൾക്കും നിങ്ങളെ സ്വഹാബത്തിനും അനുയായികൾക്കും അനുയോജ്യമായത് നബിയേ. ആ പള്ളിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫീഹി റിജാലുൻ, അവിടെ പുരുഷന്മാര് വന്നിട്ട് ദിക്റും സ്വലാത്തുമൊക്കെ നിർവഹിക്കുന്നു. ഈ പള്ളിയാണ് മുസ്ലിം പള്ളിയായി തങ്ങൾ കാണേണ്ടതെന്നും മറുഭാഗത്തിന്റെ പള്ളിയിൽ തങ്ങൾ പോയി നിസ്കരിക്കരുത് എന്ന സ്വരമല്ല അല്ലാഹു പറഞ്ഞത്. ഉദ്ഘാടനത്തിന് പോകരുത് എന്നല്ല, അവിടെ പോയി നിന്നു പോകരുത് നബിയേ. സഹോദരങ്ങളെ, എന്താ കാരണം? നബിതങ്ങളെ സമ്മതിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, നബിതങ്ങളെ ബഹുമാനിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, നബിതങ്ങളെ നുബുവ്വത്ത് പ്രഖ്യാപിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഈമാനിന്റെ സമ്പൂർണതക്ക് ഹബീബായ നബിതങ്ങളെ നാം കൂടുതൽ കുടുംബങ്ങളെക്കാളും മറ്റുള്ളതിനേക്കാളും ഇഷ്ടപ്പെട്ടേ മതിയാകൂ. അല്ലാഹു പറഞ്ഞില്ലേ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂല വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറത്തഹും. അല്ലാഹുവിനോടും അവന്റെ നബിയായ റസൂലായ മുഹമ്മദ് നബിയോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് ബന്ധം പുലർത്താൻ കഴിയില്ല നബിയേ.
അത് ദുന്യാവിന്റെ പേരിലായാലും കച്ചവടത്തിന്റെ പേരിലായാലും അത് മറ്റേത് ഇടപാടിന്റെ പേരിലാണെങ്കിലും അള്ളാഹുവിനോടോ അള്ളാഹുവിന്റെ റസൂലിനോടോ വെറുപ്പ് പുലർത്തുന്ന കക്ഷികളോട് സമാധാനിക്കുവാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയൂല. എന്നിട്ട് അള്ള പറയുന്നത് എങ്ങനെ? അതവരെ വാപ്പയാണെങ്കിൽ പോലും, അവരെ മക്കളാണെങ്കിൽ പോലും, അവരെ സഹോദരങ്ങളാണെങ്കിൽ പോലും, അവരെ മറ്റു കുടുംബങ്ങളാണെങ്കിൽ പോലും അവർക്കതിന് കഴിയൂല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അള്ള അവരെ ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ ഉറപ്പിച്ചു പോയി. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു. അല്ലാഹുവിൽ നിന്നുള്ള സഹായം കൊണ്ട് അല്ലാഹു അവരെ ശക്തിപ്പെടുത്തി പോയി. എന്നിട്ട് അല്ലാഹ് പറയുന്നു വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. അവർ സ്വർഗാവകാശികളാകുന്നു. അതുകൊണ്ട് നബിതങ്ങളെ വെറുക്കുന്നവരോട്, നബിതങ്ങളെ അധിക്ഷേപിക്കുന്നവരോട്, റസൂലുള്ളാഹിനെ പുച്ഛമായി കാണുന്നവരോട് ബന്ധപ്പെട്ടു പോയാൽ നമ്മുടെ ഈമാനിന് കളങ്കം വന്നു പോകുമെന്ന് ഈ പ്രസംഗം ശ്രവിക്കുന്ന സർവ്വ സത്യവിശ്വാസികളും ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ടതാകുന്നു. നിങ്ങൾ കേട്ടില്ലേ, നബിതങ്ങളെ ശരീരം മറവ് ചെയ്തത് അത് ചീഞ്ഞും മണക്കുമെന്ന് പേടിച്ചത് കൊണ്ടാണ്. അങ്ങനെ ചീഞ്ഞും മണക്കില്ലായിരുന്നു എങ്കിൽ എന്തിനാ പിന്നെ മറവ് ചെയ്തത്? അത് ലോകത്തിങ്ങനെ പ്രദർശിപ്പിക്കുകയല്ലായിരുന്നോ വേണ്ടത്? ഇത് റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് പറയലാണോ? അല്ല. ഇത് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന, ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്കാർ പച്ച മലയാളത്തിൽ നമ്മുടെ രാജ്യത്ത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതാകുന്നു. സഹോദരങ്ങളെ, ഞാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് പറയാം. മദീനയിൽ ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം, ലമ്മാ സഖത അലൈഹിമുൽ ഹായിത്തു ഫബദത് ലഹും ഖദമുൻ ഫഫസിഉ വളന്നു അന്നഹാ ഖദമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിന്റെ അർത്ഥം? മദീനയിൽ, ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫിനോട് അടുത്ത ഭാഗത്തുള്ള മതിൽ വീണുപോയി. മതിൽ വീണുപോയപ്പോ ഫബദത് ലഹും ഖദമുൻ, ഒരു കാല് മണ്ണിന്റെ അടിയിൽ നിന്ന് കണ്ടുപോയി. ഇതേ ബുഖാരി എന്ന കിതാബ് മറിച്ചു നോക്കി എല്ലാവർക്കും കാണത്. ഇവര് കാല് കണ്ടപ്പോൾ എല്ലാരും പേടിച്ചു പോയി. പടച്ചോനെ, ഇത് ഹബീബായ നബിയുടെ കാലറ്റാവോ ഇത്? ആർക്കും ഉറപ്പ് പറയാൻ കഴിയണില്ല. മണ്ണെല്ലാം കൂടി വീണിരിക്കുന്നു അവിടെ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞു തരാം, വല്ലാഹി മാഹിയ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലല്ല, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങൾ നോക്കേണ്ടത് ബുഖാരിയിലുണ്ടോന്നാണ്. ബുഖാരിയിലുണ്ട് അറിയാൻ നിങ്ങളാ, ബുഖാരി ഒന്നും പറ്റൂല അങ്ങായി അറിയപ്പോ. ഇസ്ലാമിലെ ഏറ്റവും വലിയ ആധികാരിക അടിസ്ഥാന ഗ്രന്ഥ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത് ഖുർആനും ഹദീസും ആ മുസ്ലിമീങ്ങളെ തെളിവ്. ഖുർആനുണ്ടോ ഹദീസിലുണ്ടോ? ഖുർആൻ കഴിഞ്ഞ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും, ബുഖാരി കേരളത്തിൽ മാത്രമുള്ളതല്ല, ബുഖാരി ഉണ്ടാക്കിയത് മദീനയിൽ വെച്ചിട്ടാ. ഓരോ ഹദീസ് എഴുതിയപ്പം ബുഖാരി ഇമാമ് 2 റക്അത്ത് സുന്നത്തിക്ക് വെച്ചിട്ട് ഹദീസ് എഴുതിയത്. ഇത്രയും വളരെ ശ്രേഷ്ഠമായ കിതാബ് സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിൽ പറയുന്നു, ഈ കാല് ഉർവത്ത് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇത് നബിന്റെ കാലല്ല, പിന്നെ ധാരണ. ബഹുമാനപ്പെട്ട ഉർവത്ത് പറയുന്നു, വല്ലാഹി മാഹിയ ഇല്ലാ ഖദമു ഉമറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയപ്പോൾ ആ വിപ്ലവ ധർമ്മ വിപ്ലവ പ്രസ്ഥാനത്തിന്
ചെങ്കൂറ്റത്തോടുകൂടി മുന്നോട്ട് വന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലാണ്. മദീനത്തെ പള്ളിയിൽ ശത്രുവായ ജൂതന്റെ കുത്തുകൊണ്ട് ഷഹീദായി മരണപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലാണ് ഇതെന്ന് അള്ളാന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്ത് ഞാൻ പറയുന്നു എന്ന് ഉർവത്ത് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഇത് ഉദ്ധരിക്കുന്നു. ഓ, ഉമർ തങ്ങളെ കാല് ചീഞ്ഞു പോയില്ലല്ലോ, അവിടുത്തെ കാൽപാദങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടില്ലല്ലോ. ലോകത്തെ മുഴുവനും സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന, ലോകത്തെ മുഴുവനും പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹിനെ പറ്റി കേരളത്തിൽ ജീവിക്കുന്ന, ഇസ്ലാമിന്റെ അഡ്രസ്സോടെ ജീവിക്കുന്നവർ അവര് പറയുന്നു ചീയും മണക്കും, നഊദു ബില്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ നാം മദ്ഹ് പറയുക, അവിടുത്തെ പേരിൽ നമ്മൾ സന്തോഷിക്കുക, അവിടുത്തെ ഗുണങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ബദർ പോർക്കളം അരങ്ങ് തകർക്കുന്ന സമയം, സ്വഹാബത്ത് അണികളായി നിൽക്കുന്ന സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിലേക്ക് വരുന്നു. ആ സ്വഹാബത്തിന്റെ സ്വഫ് നബി തങ്ങൾ പരിശോധിക്കുന്നു. ബഹുമാനപ്പെട്ട സവാദ് തങ്ങൾ അല്പം മുന്നോട്ട് കാൽ പൊങ്ങി നിന്നപ്പോ നബി തങ്ങൾ കയ്യിലുള്ള ഒരു വടി കൊണ്ട് സവാദ് തങ്ങളെ പള്ളക്കുമല്ലേ ഒന്ന് കുത്തുന്നു. സവാദ് തങ്ങൾ ബേക്കോട്ട് മാറി നിൽക്കുന്നു. യുദ്ധസന്നാഹങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ, യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുമ്പോൾ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബത്തേ, എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ഒരു വലിയ ദൗത്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഈ ദൗത്യത്തിലേക്ക് പോകുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട സവാദ് തങ്ങളെയാണ് നബി തങ്ങളൊന്ന് കുത്തിപ്പോയത്. അതാ പിന്നീട് നബി തങ്ങൾ സ്വഹാബാക്കളൊക്കെ ഒരുമിച്ചു കൂടിയപ്പോ അവരോട് ചോദിക്കുന്നു, സ്വഹാബത്തെ, നിങ്ങൾക്ക് ഞാൻ വല്ലതും തരാനുണ്ടോ? നിങ്ങൾക്ക് വല്ല പ്രതികാരവും എന്നിൽ നിന്ന് വാങ്ങാനുണ്ടോ? ആ കൂട്ടത്തിലാണ് സവാദ് തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്, എനിക്കൊന്ന് കിട്ടാനുണ്ട് നബിയേ. എന്താണ് റബ്ബേ സവാദിന് ഞാൻ കൊടുക്കാനുള്ളത്? സവാദ് തങ്ങൾ പറയുന്നു, നബിയെ, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾ ലൈന് ശരിയാക്കിയപ്പോ, അണികൾ ശരിയാക്കിയപ്പോൾ നിങ്ങൾ എൻ്റെ പള്ളക്ക് വടി കൊണ്ട് കുത്തിയിട്ടുണ്ട്. അത് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഔജഅ്തനീ യാ റസൂലല്ലാഹ്, തങ്ങൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ബദറിന്റെ സമയത്ത്. അതുകൊണ്ട് അതിന് തിരിച്ചു പ്രതികാരം, പകരം എനിക്കൊന്ന് വേണം നബിയേ. ഈ പറഞ്ഞ ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കമുള്ള, സിദ്ദീഖുൽ അക്ബർ തങ്ങളടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സവാദ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് പകരം ചോദിക്കാൻ തയ്യാറാകുമ്പോൾ നബി തങ്ങൾ അതാ സവാദ് തങ്ങളെ അടുത്തേക്ക് വന്നു കൊടുക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ, നേതാവിനെ ചോദ്യം ചെയ്താൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. കാര്യം പറഞ്ഞാൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെടുന്നു. അംഗത്വം നഷ്ടപ്പെടുത്തി കളയുന്നു. 8 കൊല്ലത്തേക്ക് പാർട്ടി പുറത്താക്കി പോകുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിനെ പറ്റി, നേതാക്കളായി ലോകത്ത് ജീവിക്കുന്ന പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരുമായി ലോകത്ത് ജീവിക്കുന്നവരൊക്കെ വായിച്ചു പഠിക്കാനെങ്കിലും ശ്രമിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി തങ്ങൾ കുത്താൻ ചെന്നു കൊടുക്കുമ്പോ സവാദ് പറയുന്നു, തങ്ങള് പറയുന്നു, സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എന്നെ കുത്തിയപ്പോ എന്റെ ശരീരത്തിൽ വസ്ത്രമില്ലായിരുന്നു, എന്റെ നഗ്നമായ ശരീരത്തിലാണ് തങ്ങൾ കുത്തിയത്. അപ്രകാരം ചെയ്യൂ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ധരിച്ച കുപ്പായം മാറ്റിവെച്ച് സവാദ് തങ്ങൾക്ക് കുത്താനൊരുങ്ങുമ്പോ സഹാബത്ത് പകച്ചു നിൽപ്പുണ്ട്. ആ സ്വഹാബത്തിനെ റസൂലുള്ളാഹി നിയന്ത്രിച്ചുകൊണ്ട് സവാദ് തങ്ങളെ കയ്യിൽ കുത്താനുള്ള വടിയേൽപ്പിച്ചു. ആ സവാദ് തങ്ങൾ ഹബീബിന്റെ മുന്നിലേക്ക് കുത്താൻ വരുമ്പോൾ കയ്യിലുള്ള വടി താഴേക്ക് വെച്ച് നബി തങ്ങളെ അണഞ്ഞു കൂട്ടുന്നു. നബിയേ, സവാദ് തങ്ങളെ കുത്തുമോ? സവാദ് തങ്ങളെ കുത്തൂല നബിയേ. സവാദിന് കുത്താൻ കഴിയില്ല നബിയേ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? എനിക്കറിയാം തങ്ങളെ ശരീരം എന്റെ ശരീരവുമായി ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളെ ശരീരം സ്പർശിച്ച ശരീരം നരകത്തിൽ കടക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് തങ്ങളെ ശരീരത്തെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തി വെക്കാൻ ഈ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചെനിക്ക് കഴിയണമെങ്കിൽ അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചാലേ നടക്കൂ എന്ന് മനസ്സിലാക്കി മാത്രമാണ് തങ്ങളോട് ഞാൻ ഇങ്ങനെ ഒരു വിദ്യ ചെയ്തു പോയത്. യാ റസൂലല്ലാഹ്, ഇങ്ങനെ അതിരുകളില്ലാതെ പരിധികളില്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ സ്നേഹിച്ചവർ, നബിതങ്ങളിൽ നിന്ന് തൗഹീദും ശിർക്കും കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച സ്വഹാബത്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാൽപ്പാടുകൾ അനുധാവനം ചെയ്ത് പിന്തുടർന്ന് പിമ്പറ്റി ജീവിക്കുന്ന ഈ രാജ്യത്തും സർവ്വരാജ്യത്തും ജീവിക്കുന്ന സത്യവിശ്വാസികളെ, ആ മഹാന്മാരെ പാതയാണ് നമുക്ക് പിമ്പറ്റാനുള്ളത്. അവരെ കൂടെ നബിതങ്ങളെ സ്നേഹിച്ച നമുക്ക് ചെല്ലാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക.